സുനിത വില്യംസും സംഘവും സഞ്ചരിക്കുന്ന ക്രൂ 9 ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക്. ബഹിരാകാശ യാത്രികർ വീണ്ടും കൺട്രോൾ സ്റ്റേഷനുമായി ആശയവിനിമയം തുടങ്ങി. മതിയായ വിശ്രമത്തിന് ശേഷം 4 യാത്രികരും ആശയവിനിമയം തുടങ്ങി. സ്പ്ലാഷ് ഡൌൺ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് നാസ. വിവരങ്ങളുമായി പ്രജൻ സി കണ്ണനാണ് ചേരുന്നത് സയൻസ് ഡെസ്കിൽ നിന്ന്. പ്രജൻ, വീണ്ടും ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത് ഏറെ നിർണായകമല്ലേ? എങ്ങനെയാണ് ഇതേക്കുറിച്ച് നാസ നൽകുന്ന വിവരം? ഇനി എന്തൊക്കെ ഘട്ടങ്ങൾ കടക്കാനുണ്ട് ഇവർക്ക്? ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ഈ ദൗത്യം അതല്ലെങ്കിൽ ഇവരുടെ മടക്കയാത്ര കടക്കുകയാണെന്ന് പറയാം. കൃത്യമായി പറയുകയാണെങ്കിൽ സ്പ്ലാഷ് ഡൗൺ, അതായത് ഈ ഡ്രാഗൺ എന്ന് പറയുന്ന ഈ പേടകം ക്രൂ 9 അംഗങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഈ ഡ്രാഗൺ പേടകം, അതിനെ ക്രൂ 9 ഡ്രാഗൺ എന്ന് വിളിക്കാം. ആ പേടകം ഈ 4 മണിക്കൂറും 7 മിനിറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലാഷ് ഡൗൺ സ്പോട്ടിലേക്ക് എത്തും എന്നാണ് കൃത്യമായി പറയാൻ കഴിയുക. അതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത്രയും നേരം അവർക്കുള്ളൊരു വിശ്രമ സമയമായിരുന്നു. ഇത്രയും നേരം ഭൂമിയെ വലം വയ്ക്കുകയായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒപ്പം ഈ പറയുന്ന ഡ്രാഗൺ പേടകവും. അങ്ങനെ വലം വെച്ച ശേഷം ഇപ്പോൾ കൃത്യമായി എവിടെയാണ് ഫ്ലോറിഡയ്ക്ക് അടുത്തുള്ള ഈ ചെലസിഹ എന്ന് പറയുന്ന മേഖലയ്ക്ക് അടുത്തുള്ള ഉൾക്കടലിലാണ് ഈ പേടകം പതിക്കേണ്ടത്. അതിന് കൃത്യമായി അഭിമുഖമായി വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഡ്രാഗൺ പേടകം സ്ഥിതി ചെയ്യുന്നുണ്ട് ബഹിരാകാശത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അത്യന്തം പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഘട്ടങ്ങൾ എന്താണ് എന്ന് ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഹ്യൂസ്റ്റണിലുള്ള കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ഈ 4 യാത്രികർക്കും വിവരം കൈമാറിയിരിക്കുന്നു. അതനുസരിച്ച് ഈ സ്യൂട്ടുകൾ വീണ്ടും അണിയുന്ന പ്രോസസ്സിലേക്ക് അവർ കടക്കുന്നുണ്ട്. അതൊന്നുകൂടി അതിന്റെ സുരക്ഷ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സ്യൂട്ട് അണിഞ്ഞ് ആയിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. കാരണം വലിയ വേഗത്തിലാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഈ സ്പേസ് ക്രാഫ്റ്റ് കടക്കാൻ പോകുന്നത് ഡ്രാഗൺ പേടകം. ആ സമയത്തുണ്ടാവുന്ന ഘർഷണ മൂലം ഉണ്ടാവുന്ന വലിയ താപ വ്യത്യാസം, വലിയ തോതിലുള്ള താപം, ഒപ്പം തീ, ഇതെല്ലാം അതിജീവിച്ച് വേണം ഇനി പേടകത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ. ആ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയുള്ള അടുത്ത മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഡ്രാഗൺ പേടകത്തിന്റെ ഏറ്റവും ബേസിലുള്ള ആ സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ ക്രൂ മൊഡ്യൂൾ എന്ന് വിളിക്കുക. ആ ഭാഗത്തിനകത്താണ് ഈ 4 പേരും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ ചെറിയൊരു സ്പേസിലാണ് 4 പേരും കഴിഞ്ഞ ഏതാണ്ട് 12 മണിക്കൂർ അധികമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ഉറങ്ങാനുള്ള സമയമായിരുന്നു. വേണമെങ്കിൽ ഉറങ്ങാം എന്ന നിർദ്ദേശം നേരത്തെ കൺട്രോൾ സ്റ്റേഷനിൽ നൽകിയിരുന്നു. അതൊക്കെ അനുസരിച്ച് അവർ വിശ്രമിക്കുകയും പിന്നീട് ഇപ്പോൾ ആക്റ്റീവായി താഴെ സ്റ്റേഷനുമായി കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യം നാസ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇലോൺ മസ്കിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ എക്സിൽ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ പങ്കുവെക്കുകയാണ്. അതായത് 2 ആഴ്ച മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഒപ്പം ഇലോൺ മസ്കിനും നന്ദി പറയുന്ന വിൽമോറിന്റെയും ഒപ്പം സുനിത വില്യംസിന്റെയും വീഡിയോ ആണ് അല്പസമയം, അതായത് മിനിറ്റുകൾക്ക് മുൻപാണ് ഇലോൺ മസ്ക് എക്സിൽ അത് പങ്കുവച്ചിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായി ഇവർ 2 പേർക്കും നന്ദിയുണ്ട് എന്ന രീതിയിൽ ഒരു പരാമർശം അത് വില്യംസിന്റെയും വിൽമോറിന്റെയും ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ആ വീഡിയോ ഇലോൺ മസ്ക് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുൻപ് നാസ പുറത്തോട്ടൊരു മാപ്പാണ്. ആ മാപ്പിൽ എവിടെയാണ് ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോകുന്നത് എന്നും ആ രീതിയിൽ അതിന്റെ ഹെഡ്, അതായത് അതിന്റെ മുൻഭാഗം, ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഭാഗം അത് കൃത്യമായി അഭിമുഖമായി, അതായത് ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യേണ്ട സ്പോട്ടിന് അഭിമുഖമായി വരുന്ന രീതിയിൽ അതിന്റെ സ്ഥാനം മാറ്റാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഫ്രീ ഫോൾ, അതായത് അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഫോൾ പോലെ ആയിരിക്കും, അത്രമാത്രം വേഗത്തിലായിരിക്കും ഈ പേടകം താഴേക്ക് പതിക്കുക. പിന്നീട് കൃത്യമായ ഘട്ടത്തിൽ ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കുകയും അതിന്റെ വേഗം കുറയ്ക്കുകയും വേണം. മറ്റൊന്ന് പാരച്യൂട്ടുകളുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ പാരച്യൂട്ടുകൾ വിരിയിക്കുക. ആ സമയത്ത് ഒന്നുകൂടി വേഗം കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ സ്പ്ലാഷ് ഡൗൺ സാധ്യമാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു നോർമൽ റൊട്ടീൻ പ്രോസസ്സാണ് നാസയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇതിൽ മറ്റാശങ്കകൾക്കിടയില്ല എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 8 ദിവസത്തേക്ക് ഒരു ദൗത്യത്തിനായി പോയ 2 പേർ, അത് സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ്. അവർക്ക് 9 മാസം കഴിയേണ്ടി വന്നു എന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ന്യൂസ് വാല്യൂ ഉണ്ടാവുന്നത് എന്ന കാര്യവും എടുത്തു പറയാനാണ് പ്രജ. പ്രജൻ, കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ആകാശക്കുന്നിറങ്ങിയ ഒരു യാത്ര എന്നാണ് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയെ നാസ തന്നെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ നാസയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ ഭൂമിയിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ക്രൂ 9 ഡ്രാഗൺ പേടകം അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൂമിയിലേക്ക് യാത്ര തിരിക്കും. ബഹിരാകാശ യാത്രികർ വീണ്ടും കൺട്രോൾ സ്റ്റേഷനുമായി ആശയവിനിമയം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രജൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.